നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് വ്യക്തിത്വം. പരിപക്വ വ്യക്തിത്വം, പൂർണ്ണ വ്യക്തിത്വം, ഉത്ഗ്രന്ഥിത വ്യക്തിത്വം, വ്യക്തിത്വ മാപനം, വ്യക്തിത്വ സവിശേഷതകളുടെ വർഗീകരണം ആൽപോർട്ട്, വ്യക്തിത്വ സവിശേഷതകളുടെ വർഗീകരണം റെയ്മണ്ട് കാറ്റർ. വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി. വ്യക്തിത്വം എന്നർത്ഥമുള്ള പേഴ്സണാലിറ്റി എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് പെർസോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. പെർസോണ എന്ന വാക്കിനർത്ഥം മുഖം മൂടി അല്ലെങ്കിൽ മാസ്ക് എന്നാണ്. നടൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു പദം കൂടിയാണിത്. വ്യക്തിത്വത്തെക്കുറിച്ചുള്ള നിർവചനങ്ങൾ. ഒരു വ്യക്തിയുടെ സുദൃഢവും സംഘടിതവുമായ സ്വഭാവം, വികാരങ്ങൾ, ബുദ്ധി, ശരീരപ്രകൃതി എന്നിവയാണ് അയാളുടെ പ്രകൃതിയോടുള്ള സമായോജനം നിർണ്ണയിക്കുന്നത്. H.J. ഐസക്. ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിൻ്റെ ഗുണപരമായ മേന്മയാണ് അയാളുടെ വ്യക്തിത്വം. R.S. വുഡ്വർത്ത്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് പ്രവചിക്കാൻ അനുവദിക്കുന്നതെന്തോ അതാണ് വ്യക്തിത്വം. R.B. കാറ്റർ. വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ്. J.W. ആൽപോർട്ട്. ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന മാനസികവും കായികവുമായ വ്യവസ്ഥയുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വം. ഒരാളുടെ ബാഹ്യരൂപത്തിനും പെരുമാറ്റത്തിനും അപ്പുറമാണ് അയാളുടെ യഥാർത്ഥ വ്യക്തിത്വം നിലകൊള്ളുന്നത്. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ജൈവിക ഘടകങ്ങൾ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സാഹചര്യ ഘടകങ്ങൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ജൈവിക ഘടകങ്ങളാണ് ശാരീരികാവസ്ഥ, ഗ്രന്ഥിവ്യവസ്ഥ, നാഡീവ്യവസ്ഥ, പാരമ്പര്യം എന്നിവ. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകങ്ങളാണ് കുടുംബം, വിദ്യാലയം, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ, മാധ്യമങ്ങൾ എന്നിവ. പരിപക്വ വ്യക്തിത്വം, മെച്യൂർഡ് പേഴ്സണാലിറ്റി. ഒരു പരിപക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ ആൽപോർട്ട് നിർദ്ദേശിക്കുന്ന 6 മാനദണ്ഡങ്ങളുണ്ട്. 1. വിപുലീകൃത അഹം അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് സെൽഫ്. മറ്റുള്ളവരുടെ താൽപ്പര്യവും ക്ഷേമവും തൻ്റേതിനൊപ്പം തന്നെ പരിഗണിക്കുന്ന വിശാല ചിന്ത. 2. ഊഷ്മള ബന്ധങ്ങൾ അല്ലെങ്കിൽ വാം റിലേഷൻസ്. മറ്റുള്ളവരുടെ ശ്രദ്ധയും ആദരവും നേടിയെടുക്കുന്ന തരത്തിൽ ആരോഗ്യകരമായ സാമൂഹ്യ ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ പക്വ വ്യക്തിത്വത്തിൻ്റെ ഉടമകൾക്ക് കഴിയുന്നു. 3. ആത്മസന്തുലനം അല്ലെങ്കിൽ സെൽഫ് റെഗുലേഷൻ. തൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളിൽ പോലും അതിവൈകാരികത പ്രകടിപ്പിക്കാതെ ആത്മസന്തുലനം പാലിക്കുന്നു. സംഘർഷവേളകൾ സഹിഷ്ണുത പ്രകടിപ്പിക്കുന്നു. 4. യാഥാർത്ഥ്യബോധം അല്ലെങ്കിൽ റിയലിസ്റ്റിക് പെർസെപ്ഷൻ. സാമൂഹിക സംഭവങ്ങളെയും പ്രതിസന്ധികളെയും യാഥാർത്ഥ്യബോധത്തോടെ കൈകാര്യം ചെയ്യുന്നു. 5. ആത്മധാരണ അല്ലെങ്കിൽ സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ. സ്വന്തം കഴിവുകളെയും പരിമിതികളെയും വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നു. 6. ഏകാത്മക ജീവിത ദർശനം യൂണിഫൈങ് ഫിലോസഫി ഓഫ് ലൈഫ്. സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ ആത്മസംതൃപ്തിക്കനുസരിച്ച് വികസിപ്പിച്ചെടുത്ത അംഗീകൃതവും ഏകാത്മകവും അല്ലെങ്കിൽ യൂണിഫൈങ് ആയ ജീവിത ദർശനം പുലർത്തുന്നു. പൂർണ്ണ വ്യക്തിത്വം, ദ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി, ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണാലിറ്റി. സഹജമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തി നിരന്തരം പ്രവർത്തനനിരതരായ ഒരു വ്യക്തിയെ പൂർണ്ണ വ്യക്തിത്വത്തിന് ഉടമയായി പരിഗണിക്കാം. പൂർണ്ണ വ്യക്തിത്വത്തിന് ഉടമകളായവരുടെ സവിശേഷതകൾ. അനുഭവങ്ങളെ തുറന്ന മനസ്സോടെ ഉൾക്കൊള്ളുന്നു. ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും പ്രായോഗിക സമീപനത്തോടെ നേരിടുന്നു. സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പെരുമാറുന്നു. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഔചിത്യപൂർവ്വം ഉപയോഗിക്കുന്നു. ഉയർന്ന തലത്തിലുള്ള സർഗാത്മകത പ്രകടിപ്പിക്കുന്നു. ആക്രമണോത്സുകമായി പെരുമാറാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ പോലും തൻ്റെ സഹജമായ നന്മ പ്രകടിപ്പിക്കുന്നു. ഉത്ഗ്രന്ഥിത വ്യക്തിത്വം, ഇൻ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി. പരിസ്ഥിതിയുമായി പൂർണ്ണമായും സമായോജനം സ്ഥാപിക്കുന്ന വ്യക്തിത്വമാണ് ഉത്ഗ്രന്ഥിത വ്യക്തിത്വം.
ഉത്ഗ്രന്ഥിതാ വ്യക്തിത്വമുള്ളവർക്ക് പൊതുവെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം തൻ്റെ കഴിവിനനുസരിച്ചായിരിക്കും. അവർക്ക് തൻ്റെ കഴിവും കഴിവുകേടുകളും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കും. ഉത്ഗ്രന്ഥിതാ വ്യക്തിത്വത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന വഴികൾ: കുട്ടികളിൽ സ്വയം ബഹുമാനം അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ്, അനുകൂല മനോഭാവം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, വിശ്വാസ്യത എന്നിവ ഉണ്ടാക്കുക. വിദ്യാലയത്തിലെയും വീട്ടിലെയും ജീവിതം നല്ല രീതിയിൽ ആസൂത്രണം ചെയ്യുക. നല്ല ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും കുട്ടികളിൽ ഉണ്ടാക്കാൻ പ്രചോദിപ്പിക്കുക. നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കുക. വ്യക്തിത്വ മാപനം. വ്യക്തിത്വ മാപനത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഉപാധികളാണ് ചോദ്യാവലി അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ, ഇൻവെൻ്ററികൾ ഇൻവെൻ്ററീസ്, വിക്ഷേപണ തന്ത്രങ്ങൾ പ്രൊജക്റ്റീവ് ടെക്നിക്സ്. മനുഷ്യൻ്റെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം പ്രസ്താവനകളോ ചോദ്യങ്ങളോ ആണ് ചോദ്യാവലിയിലും ഇൻവെൻ്ററിയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏത് തരത്തിലുള്ള വിവരങ്ങളും ശേഖരിക്കാൻ പൊതുവായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ചോദ്യാവലി. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ സവിശേഷതകൾ അന്വേഷിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നത് ഇൻവെൻ്ററികളാണ്. വ്യക്തിത്വ മാപനത്തിന് പ്രയോജനപ്പെടുത്തുന്ന ഇൻവെൻ്ററികളാണ് പേഴ്സണൽ ഡാറ്റ ഷീറ്റ് (PDS), മിനിസോട്ട മൾട്ടി ഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി (MMPI), അസെൻഡിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി (EPI), കുണ്ടൂസ് ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി (KNPI), അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി (AS). പേഴ്സണൽ ഡാറ്റ ഷീറ്റ് (PDS). ആദ്യ ഇൻവെൻ്ററി ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞനാണ് RS വുഡ്വർത്ത്. അദ്ദേഹം അതിന് പേഴ്സണൽ ഡാറ്റ ഷീറ്റ് എന്ന് പേരിട്ടു. മിനിസോട്ട മൾട്ടി ഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി (MMPI) ഏറ്റവും പ്രസിദ്ധമായ വ്യക്തിത്വ ഇൻവെൻ്ററിയാണിത്. ഉത്തരങ്ങൾ ചില പ്രത്യേക വ്യക്തിത്വ സവിശേഷതകളുടെ സൂചകങ്ങളായിരിക്കത്തക്ക വിധത്തിലുള്ള ആകെ 550 ഇനങ്ങളാണ് ഈ ഇൻവെൻ്ററിയിലുള്ളത്. അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി (AS). GW ആൽപോർട്ട് സംവിധാനം ചെയ്ത ഈ AS പ്രതികരണ പഠനം വ്യക്തിത്വ സവിശേഷതകൾ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആദ്യ ഉപകരണങ്ങൾ ഒന്നാണ്. അസെൻഡിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി (EPI). നാഡീ വൈകല്യ പ്രവണതകൾ അളക്കാൻ വേണ്ടി ഐസക് ആവിഷ്കരിച്ച ഇൻവെൻ്ററിയാണ് EPI. വ്യക്തിത്വത്തിന് സ്ഥിരത, അസ്ഥിരത, അന്തർമുഖത്വം, ബഹിർമുഖത്വം എന്നീ 2 മാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന സങ്കല്പത്തിലാണ് ഇതിൻ്റെ സംവിധാനം. എല്ലാ ഇൻവെൻ്ററികളിലും സാധ്യതയുടെയും വിശ്വാസ്യതയുടെയും അളവ് സ്ഥിരമല്ല. അത് വിപുലമായ റേഞ്ചിൽ മാറുന്നു. ഇൻവെൻ്ററികൾ ഉപയോഗിച്ച് കുട്ടികളെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണം, അപസമായോജിതം എന്നീ 2 വർഗങ്ങളിൽ പെടുത്താം. എന്നാൽ വ്യക്തിത്വ വൈകല്യങ്ങളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിഭജിക്കാൻ ഇതുവഴി സാധ്യമല്ല. പ്രക്ഷേപണ തന്ത്രങ്ങൾ പ്രൊജക്റ്റീവ് ടെക്നിക്സ്. ചിത്രങ്ങൾ, പ്രസ്താവനകൾ, മറ്റു രൂപങ്ങൾ എന്നിവയിലൂടെ വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ, മനോഭാവങ്ങൾ, ആശയങ്ങൾ എന്നിവ പുറത്തു കൊണ്ടുവരുന്ന രീതിയാണ് പ്രക്ഷേപണ തന്ത്രങ്ങൾ. പ്രധാന പ്രക്ഷേപണ തന്ത്രങ്ങളാണ് റോഷാക്ക് ഇങ്ക് ബോൾട്ട് ടെസ്റ്റ്, തിമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് (TAT), വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് (WAT), ചിൽഡ്രൻസ് അപ്രീസിയേഷൻ ടെസ്റ്റ് (CAT). മഷിരൂപങ്ങൾ വികസിപ്പിച്ചെടുത്തത് ഹെർമൻ റോഷക്ക് ആണ്. മാനസിക രോഗമുക്തിക്കായി അന്തർവിശേഷണങ്ങളെ പുറത്തു കൊണ്ടുവരാനായി ഉപയോഗിക്കുന്ന രീതിയാണ് മഷിരൂപങ്ങൾ. കറുപ്പും വെളുപ്പും ചേരുന്ന 5 മഷിരൂപങ്ങളാണ് ഉപയോഗിക്കുന്നത്. കറുപ്പും വെളുപ്പും ചാരനിറവുമുള്ള മറ്റു 3 മഷിരൂപങ്ങളും കറുപ്പും വെളുപ്പും മറ്റു കളറുകളുമുള്ള 2 മഷിരൂപങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്നുള്ള പ്രതികരണമനുസരിച്ച് വ്യക്തി വ്യത്യാസങ്ങളെ വിലയിരുത്തുന്നു. റോഷ ഇങ്ക് ബോൾട്ട് ടെസ്റ്റ് മുഖേന നിർണ്ണയിക്കുന്ന മനോരോഗങ്ങളാണ് മനോവിദളനം, അല്പോന്മാദം, സംഭ്രാന്തി തുടങ്ങിയവ. അവ്യക്തമായ ചിത്രങ്ങൾ കാണിച്ച് അതിനിടയിൽ സംഭവം വിവരിക്കാൻ ആവശ്യപ്പെടുന്ന പരീക്ഷയാണ് TAT, തിമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്. തിമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റിൻ്റെ വക്താക്കൾ മുറെ, മോർഗൻ. 30 ചിത്രങ്ങളാണ് തിമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് TATക്ക് ഉപയോഗിക്കുന്നത്. മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖമെന്നും ഇൻട്രോവേർട്സ്, ബഹിർമുഖമെന്നും എക്സ്ട്രോവേർട്സ് എന്നും വേർതിരിച്ചത് കോൾ യുങ് ആണ്.
വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താനായി കാൾ യുങ് ആവിഷ്കരിച്ച ശോധകമാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് WAT. 3 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ഉപയോഗിക്കുന്ന പ്രക്ഷേപണ തന്ത്രമാണ് AT, ചൈൽഡ്സ് അപ്രീസിയേഷൻ ടെസ്റ്റ്. CAT വികസിപ്പിച്ചത് ലിയോപോൾഡ് ബെല്ലാക് ആണ്. ജന്തുക്കൾ കഥാപാത്രമായുള്ള ഒരു പ്രക്ഷേപണ തന്ത്രമാണ് CAT. വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താൻ WAT വികസിപ്പിച്ചത് CG യൂങ് ആണ്. വ്യക്തിത്വത്തെ അന്തർമുഖം, ബഹിർമുഖം, ഉഭയമുഖം എന്നിങ്ങനെ വിഭജിക്കുന്ന ശോധകമാണ് WAT, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. വ്യക്തിത്വ സവിശേഷതകളുടെ വർഗീകരണം ആൽപോർട്ട്. വ്യക്തിത്വ സവിശേഷതകളെ ആൽപോർട്ട് 3ആയി തിരിക്കുന്നു. മുഖ്യ സവിശേഷതകൾ കാർഡിനൽ ട്രെയ്റ്റ്സ്, മധ്യമ സവിശേഷതകൾ സെൻട്രൽ ട്രെയ്റ്റ്സ്, ദ്വിതീയ സവിശേഷതകൾ സെക്കൻഡറി ട്രെയ്റ്റ്സ്. മുഖ്യ സവിശേഷതകൾ ഒരു വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങൾ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൈ നേടുന്നതുമായ സ്വഭാവ സവിശേഷതയാണ് മുഖ്യ സവിശേഷതകൾ. വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രബലമായ ഒരു സവിശേഷകമാണ് മുഖ്യ സവിശേഷതകൾ. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മുഖ്യ സവിശേഷങ്ങളാണ് ഭൂതദയ, അക്രമരാഹിത്യം, അഹിംസ, സ്വച്ഛാധിപത്യം, ഫലിതബോധം. മധ്യമ സവിശേഷങ്ങൾ ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതും മുഖ്യ സവിശേഷങ്ങളോടും സമഗ്രവും വ്യാപകവുമായില്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നതുമായ സ്വഭാവ സവിശേഷതയാണ് മധ്യമ സവിശേഷങ്ങൾ. മധ്യമ സവിശേഷങ്ങളുടെ ഘടകങ്ങൾ സ്വാർത്ഥത, മത്സരബുദ്ധി, വിധേയത്വം, വിശ്വാസ്യത. ദ്വിതീയ സവിശേഷങ്ങൾ സവിശേഷ സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാക്കുന്നതും പ്രവർത്തന മേഖലകൾ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായ സവിശേഷതയാണ് ദ്വിതീയ സവിശേഷങ്ങൾ. ഒരാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് മുഖ്യ സവിശേഷകവും ചില മധ്യമ സവിശേഷതകളും ദ്വിതീയ സവിശേഷങ്ങളും ചേർന്നാണ്. ഇതാണ് സവിശേഷക സമീപനം. വ്യക്തിത്വ സവിശേഷങ്ങളുടെ വർഗീകരണം റെയ്മൺ കാറ്റൽ. വ്യക്തിത്വ സവിശേഷങ്ങളെ കാറ്റൽ 4 വകുപ്പുകളായി വർഗീകരിച്ചു. സാമാന്യ സവിശേഷതകൾ കോമൺ ട്രെയ്റ്റ്സ്, തനിമ സവിശേഷതകൾ യുണീക്ക് ട്രെയ്റ്റ്സ്, പ്രതല സവിശേഷങ്ങൾ സർഫസ് ട്രെയ്റ്റ്സ്, പ്രഭവ സവിശേഷങ്ങൾ സോഴ്സ് ട്രെയ്റ്റ്സ്. പ്രതല പ്രഭവ സവിശേഷക സിദ്ധാന്തം തിയറി ഓഫ് സർഫസ് ആൻഡ് സോഴ്സ് ട്രെയ്റ്റിൻ്റെ ഉപജ്ഞാതാവാണ് റെയ്മൺ കാറ്റൽ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.